ഓർഡർ ക്രമപ്രശ്നം ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹത്തിന്. സർ, 2023 കേരള കന്നുകാലിത്തീറ്റ കോഴിവർഗ്ഗത്തീറ്റ ധാതു ലവണ മിശ്രിതം ഗുണവും നിർമ്മാണവും സംഭരണവും വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കലും ഗുണനിലവാരം ഉറപ്പാക്കലും ആക്ട് 27/6/2024 സഭയുടെ മേശപ്പുറത്ത് വെച്ച നടപടിയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 2023 നവംബർ 12 ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതി ലഭിച്ച പ്രസ്തുത ബിൽ 2023 നവംബർ 14 2023 27 ആക്ടായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണറുടെയോ അനുച്ഛേദം 201 പ്രകാരം ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെയോ അനുമതി ലഭിച്ച ആക്ടുകൾ പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കീഴ്വഴക്കമാണ് കേരള നിയമസഭയിൽ പിന്തുടരുന്നത്. എന്നാൽ പ്രസ്തുത ആക്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 2024 ജനുവരി 25 മുതൽ ഫെബ്രുവരി 15 വരെ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ചേർന്നിരുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ ഈ ആക്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല. ആക്ട് പ്രസിദ്ധീകരിച്ച് 7 മാസങ്ങൾക്ക് ശേഷമാണ് 27/6/2024 സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സർ, നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നും പ്രസ്തുത നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ ആരംഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും സാമാജികർക്ക് യഥാസമയം അറിവ് ലഭിക്കേണ്ടത് കാര്യക്ഷമമായ പാർലമെൻ്ററി പ്രവർത്തനത്തിന് അനിവാര്യമായ കാര്യമാണ്. അനുമതി ലഭിച്ച ആക്ടുകൾ മേശപ്പുറത്ത് വയ്ക്കുന്ന സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ പുറപ്പെടുവിച്ചുള്ള നിർദ്ദേശം നമ്പർ 13 ആക്ടുകൾ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് കാലപരിധി വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ നിർദ്ദേശം നമ്പർ 12 റെഗുലേഷനുകൾ, ചട്ടങ്ങൾ മുതലായവ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് കാലപരിധി നിശ്ചയിച്ചിരുന്നു. ആയത് ഇപ്പോൾ പുതുക്കിയ ചട്ടം 166A ആയി നിയമസഭാ ചട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സർ, ആയതിനാൽ സഭ പാസാക്കി അനുമതി ലഭിച്ച ആക്ടുകൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ കർശനമായും സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നിർദ്ദേശം നമ്പർ 13 പരിഷ്കരിച്ച് അങ്ങയുടെ ഭാഗത്ത് നിന്ന് റൂളിംഗ് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ. ഗൗരവമായൊരു പ്രശ്നമാണ് ക്രിയാത്മകമായ നിർദ്ദേശത്തോടുകൂടി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഞാൻ അംഗത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ബോധപൂർവമായിട്ടതല്ല. കാരണം ഇതിന് മലയാളത്തിലാണ് ബില്ല്. മലയാളത്തിലെ ബില്ല് ഇത് സെൽ കമ്മിറ്റിക്ക് പോയി വന്നൊരു ബില്ലായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലിൽ നിന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരികയുണ്ടായി. അപ്പോൾ മലയാളം ഗവർണറുടെ അനുമതി ലഭിച്ചു വന്നു. ഇംഗ്ലീഷ് പരിഭാഷ പിന്നീടാണ് ഗവർണർക്ക് അയച്ച് അനുമതി ലഭിച്ചു വന്നത്. അപ്പോൾ അവരിത് പ്രത്യേകം വ്യവസ്ഥകളൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടും വന്നിട്ട് ഒന്നിച്ച് നിയമസഭയ്ക്ക് നൽകാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കീഴ്വഴക്കം ഇവിടെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗമുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെയറിൻ്റെ 2 നിർദ്ദേശങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 12ഉം 13ഉം. അതിൽ 13 പറഞ്ഞിരിക്കുന്ന ഈ 166(1) ഭാഗമായിട്ടുണ്ടായ നിർദ്ദേശം ചട്ടം പുതുക്കിയപ്പോൾ ഈ ചട്ടത്തിനകത്തേക്ക് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 13 നിൽക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. 13-ന് ആധാരമായിട്ട് ഒരു ചട്ടവും നമ്മുടെ റൂളിലില്ല. റൂള് 98ഉം 99ഉം. 98 പറഞ്ഞിരിക്കുന്നത് പുഷ്ടീകരണം, ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് സ്പീക്കർ അതിൻ്റെ ഫോർമാറ്റ് അടിസ്ഥാനപ്പെടുത്തി ഗവർണർക്ക് അയക്കണം. 99 പറയുന്നത് ഗവർണറുടെ സന്ദേശം ലഭിച്ചാൽ ആ സന്ദേശം മാറ്റം വരുന്നത് സംബന്ധിച്ചുള്ളതാണ്. തിരിച്ചയച്ചാൽ ആ സന്ദേശം സഭയിൽ വയ്ക്കണമെന്നാണ് 99 പറയുന്നത്. ലോക്സഭാ ചട്ടങ്ങളുടെ ഏകദേശം സമാനമായിട്ടാണ് നമ്മുടെ ചട്ടങ്ങൾ. അപ്പോൾ ഇത് കിട്ടിയാൽ മേശപ്പുറത്ത് വയ്ക്കണം എന്നുള്ളത് ചട്ടത്തിൻ്റെ ഭാഗമായിട്ടില്ല. എന്നാൽ നോട്ടിഫിക്കേഷനുകളും റെഗുലേഷനുകളെല്ലാം തന്നെ 166 കൃത്യമായി പറയുന്നുണ്ട് മേശപ്പുറത്ത് വയ്ക്കേണ്ടതാണ്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശം ഇപ്പോൾ പുതിയ ചട്ടത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങയുടെ നിർദ്ദേശം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനേ ഇപ്പോൾ ചെയറിന് കഴിയുള്ളൂ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ചട്ടത്തിൽ തന്നെ 98-ന് തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ 2-നും ഇടയിൽ ഒരു പുതിയതായിട്ടോ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൂടി ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വ്യക്തത ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ചട്ടത്തിൽ തന്നെ ഒരു ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്.